എടാ, ഞാൻ വിളിപ്പിച്ചതൊരു അത്യാവശ്യപ്പെട്ട കാര്യം പറയാനാ. മുഖവുരയൊന്നും വേണ്ട. നിന്റെ അവസ്ഥ എനിക്കറിയാം. പക്ഷെ ഇത് എന്റെയോ ഫോഴ്സിന്റെ ഒന്നും ഒരു ആവശ്യമല്ല. സാർ കാര്യം പറ. എടാ, ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. റാൻസം മണിയായിട്ട് നീ തന്നെ ചെല്ലണമെന്നാ തട്ടിക്കൊണ്ടുപോയവർ ആവശ്യപ്പെടുന്നു. നീ ഒരു ഓപ്പറേഷന് തയ്യാറാണോന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നീ മനസ്സ് വെച്ചാൽ ചിലപ്പോൾ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഒരുത്തൻ എന്നെ കൊല്ലാൻ നടക്കുന്നു, കുറച്ചുപേർ എന്റെ പേര് വെച്ചൊരു കുട്ടിയുടെ ജീവന് വിലയിടുന്നു. കൊള്ളാം. എടാ, അത് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് നിന്റെ പഴയ ഡയാന ജോസഫിന്റെ കുട്ടിയാണ്. തനിക്ക് താല്പര്യമില്ലെന്നറിയാം. പക്ഷെ ഇതിപ്പോ ഞങ്ങളുടെ ആവശ്യമാണ്. പഴയ കാര്യങ്ങൾ മനസ്സിൽ വെക്കരുത്. പഴയ കാര്യങ്ങൾ വെച്ച് പക തീർക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പൊ ഐ എം ഹിയർ ടു ഹെൽപ്പ് യു. പറ്റില്ല. ഇയാളെ വെച്ച് എന്റെ മകന്റെ ജീവൻ പന്താടാൻ പറ്റില്ല. നിങ്ങൾ ഈ പോലീസുകാർക്ക് കുടിയനെ അല്ലാതെ വേറെ ആരും കിട്ടിയില്ല. മിസ്റ്റർ ജോസഫ്, മര്യാദയ്ക്ക് സംസാരിക്കണം. ജോസഫ്, പ്ലീസ്. ജോസഫ്, നിനക്കല്ലെങ്കിലും ഇങ്ങോട്ട് വരൂ. നീ എന്തു പറഞ്ഞാലും ആ കുടിയനെ കൊണ്ടത് ചെയ്യിക്കാൻ പറ്റില്ല. അയാൾക്കല്ലാതെ വേറെ ആരെ കൊണ്ടും ആവില്ല. നിന്റെ പഴയ കാമുകന്റെ വിശേഷം എന്നെ കേൾപ്പിക്കണ്ട. ആ മനുഷ്യനെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഞാനാ. പക്ഷേ ഇപ്പോ അയാളല്ലാതെ നമ്മുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേറെ ആരുമില്ല. അല്ലെങ്കിൽ ജോസഫ് തന്നെ പറ, ആരെ വെച്ച് നമ്മൾ മൂവ് ചെയ്യും? ഇത് നമ്മുടെ ആവശ്യമല്ലേ? അവന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അവരാവശ്യപ്പെടുന്നത് അയാൾ അവരുടെ മുമ്പിൽ ചെല്ലണമെന്നാ. അത് അയാൾ സമ്മതിച്ചു തന്നെ വലിയ കാര്യം. നിങ്ങളെ കൂടി എന്റെ കുഞ്ഞിനെ കൊല്ലും. എന്തെങ്കിലുമൊക്കെ ചെയ്യും. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഡീൽ ചെയ്യണം. 10 കോടി രൂപ അവരാവശ്യപ്പെടുന്നത്. അത്രയും കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. ഫേക്ക് കറൻസിയോ മറ്റോ ഉപയോഗിച്ച്. ഈ 10 കോടി ചോദിച്ചവർ ഒരുപക്ഷെ മഹാമണ്ടന്മാരും അല്ലെങ്കിൽ അതിബുദ്ധിമാന്മാരും. ഇതിപ്പോ ഈ ഡിമോണിറ്റൈസേഷനൊക്കെ വന്ന സ്ഥിതിക്ക് ഇത്രയും വലിയ തുക ലിക്വിഡ് ക്യാഷായിട്ട് ആരുടെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇത്രയും വലിയ പണം ഉണ്ടെന്നൊരു പക്ഷേ. എവിടുന്ന്? സ്വന്തം കുട്ടിയുടെ കാര്യത്തിലെങ്കിലും ഈ ഫേക്ക് പരിപാടി അവസാനിപ്പിച്ചു. ജോസഫ് പഴയ ചീഫ് സെക്രട്ടറിയുടെ മകൻ, വ്യവസായ പ്രമുഖൻ. ഡയാന ചെറുപ്രായത്തിലെ ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ. നന്നായിട്ട് പണം ഉണ്ടാക്കാൻ അറിയുന്ന ആൾ. നിങ്ങളുടെ കയ്യിൽ പൂത്ത പണം ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയുന്ന ആരോ ആണ് ഇതിന് പിന്നിൽ. ആവശ്യപ്പെട്ട തുക വലുതായതുകൊണ്ടാണ് അവരിത്രയും സമയം അനുവദിച്ചത്. കയ്യിലുള്ള കാശെടുത്ത് കൊടുത്ത് നിങ്ങൾ ആദ്യം കുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കുക. പൈസ പിന്നെ തിരിച്ചു പിടിക്കുക. അവരാവശ്യപ്പെടുന്നത് ക്യാഷും പിന്നെ എന്നെയുമാണ്. ഞാൻ റെഡിയാണ്. അത്രയും ക്യാഷ് റെഡിയാക്കാം. ഹലോ, ഷോ, ഓക്കെ. വിളിച്ചത് അവരാ. എല്ലാം റെഡിയാണോന്ന് ചോദിച്ചു. ഐ സെഡ് യെസ്. ഇനി അവർ തന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു.